കടല് കടന്നും ആഘോഷമുണ്ട്. UDFന്റെ മിന്നും വിജയം ആഘോഷമാക്കി ദമാമിലെ മലയാളികളും. ഓരോ UDF സ്ഥാനാർത്ഥിയുടെയും വിജയം സൗദി കിഴക്കൻ പ്രവിശ്യയിലെ KMCC പ്രവർത്തകർ ആഘോഷ ആരവങ്ങളോടെയാണ് സ്വീകരിച്ചത്. കേരളം ആര് ഭരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിൽ ഉറക്കമില്ലാത്ത രാവിന് ശേഷം പ്രവാസലോകം ഇന്ന് പുലർച്ചെ ഉണർന്നത് ആവേശത്തിന്റെ കൊടുമുടിയിലേക്കായിരുന്നു. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ പ്രവാസലോകത്തെ UDF അനുകൂല പ്രവർത്തകരിൽ ഏറെ ആവേശം വലതല്ലി. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ KMCC പ്രവർത്തകരും ഏറെ ആവേശത്തിലായിരുന്നു. ഓരോ സ്ഥാനാർത്ഥിയുടെ വിജയവും കരഘോഷത്തോടെയും വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചും മധുരം വിതരണം ചെയ്തുമെല്ലാം ഇവർ ആഘോഷിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിനെതിരെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ഇതിനെതിരെ വിധി പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു 1-2 മാസക്കാലത്തോളം എന്നുള്ളത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമായിരുന്നു. ഈ പ്രതിസന്ധിയിലും കേരളത്തിൻ്റെ ഭരണം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ട് കിഴക്കൻ പ്രവിശ്യയിൽ നിന്ന് KMCCയുടെയും UDFന്റെയും പ്രവർത്തകർ അവരുടേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിരിക്കുകയാണ്. ഈ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിപ്പിച്ച UDFന്റെയും KMCCയുടെയും OICCയുടെയും എല്ലാ പ്രവർത്തകർക്കും മലപ്പുറം ജില്ലാ KMCCയുടെയും ഇനിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. 60 വർഷക്കാലം CPMന്റെ കുത്തക സീറ്റാക്കി വെച്ച തൃക്കേപ്പൂരിൻ്റെ വികസനം മുരടിച്ച് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ സന്ദീപ് വാര്യരെ കൊണ്ട് നമുക്ക് ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ വോട്ടർമാർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ല് എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസികളാണ്. ഈ പ്രവാസികളോട് കഴിഞ്ഞ 10 വർഷം അനീതി കാണിച്ച പിണറായി സർക്കാരിനെ താഴെ ഇറക്കിയ മുഴുവൻ വോട്ടർമാരും കിഴക്കൻ പ്രവിശ്യ KMCCയുടെയും എല്ലാവരുടെയും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ മിന്നുന്ന വിജയമാണ് UDFന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഫാത്തിമ തേലിയുടെ വിജയം. UDFന്റെ കുത്തക സീറ്റായിട്ട് വെച്ചിരുന്ന പൊന്നാനി ഇപ്രാവശ്യം നമ്മൾ തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടി മധുര. കാരണം 38 വോട്ടിൽ നിന്ന് 32,000 വോട്ടിലേക്ക് നജീബ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നജീബിന് വോട്ട് ചെയ്ത എല്ലാ വിഭാഗം വോട്ടർമാർക്കും പ്രത്യേകം നന്ദി. മങ്കട മണ്ഡലത്തിലെ ഇപ്രാവശ്യം എല്ലാവരും കാണാത്തൊരു പ്രതിനിധിയാണ് കണ്ടത്. മങ്കട മണ്ഡലത്തിന്റെ പ്രസിഡന്റ് കൂറുമാറിക്കൊണ്ട് സ്വന്തം പാർട്ടിക്കെതിരെ മത്സരിച്ച് വളരെയധികം ദയനീയമായ ഒരു തോൽവിയായിരുന്നു. 36,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അലി സാഹിബ് അവിടെ വിജയിച്ചത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാന മുഹൂർത്തമാണ്. മണ്ഡലത്തിൽ നിന്ന് 4 മണ്ഡലവും വിജയിക്കാൻ സാധിച്ചത്. ദമാമിൽ നിന്നും സുബൈർ ഉദ്നൂർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.